വാതിലുകളും UPVC സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി കമേഴ്ഷ്യൽ കിച്ചൺ അപ്ലയൻസസും കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ചെയ്യും. പ്രൊഡക്റ്റ് ഏതുമാവട്ടെ, മറ്റെവിടെയും ഇല്ലാത്ത ക്വാളിറ്റിയിലും വിലക്കുറവിലും SRS മെറ്റൽ ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് നൽകും. SRS മെറ്റൽ ഇൻഡസ്ട്രീസ്, കാഞ്ഞിരക്കോട്, വടക്കാഞ്ചേരി. കാലം മായ്ക്കാത്ത കരുത്ത്. ഷൊർണൂർ ചുടുവാലത്തൂർ കുളഞ്ചേരി കുളത്തിന് സമീപം പറക്കോട്ട് കളത്തിൽ ജാനകിയുടെ വീട്ടിലെ മതിൽ തകർന്നു വീണു. വീടിനു സമീപത്ത് വലിയ വിള്ളലുകൾ രൂപപ്പെട്ടതോടെ വീട് തകരുമോ എന്ന ഭയത്തിലാണ് ജാനകിയും മക്കളും. മതിലിനു താഴെ സമീപത്തെ സ്ഥല ഉടമ ചാല് നിർമ്മിച്ചതാണ് മതിൽ തകരാൻ കാരണമെന്ന് ജാനകി പറയുന്നു. കഴിഞ്ഞ വർഷം ചാൽ ഉണ്ടാക്കുന്നതിനായി മതിലിന് താഴെയുണ്ടായിരുന്ന വലിയ പാറക്കല്ല് തുറന്നു മാറ്റിയതോടെയാണ് മതിലിന് ബലക്ഷയമുണ്ടായത്. ഇത് ചൂണ്ടിക്കാട്ടി നഗരസഭ, വില്ലേജ്, തഹസിൽദാർ എന്നിവർക്ക് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് ജാനകി ആരോപിച്ചു. നിലവിൽ വീടിന് സമീപത്തെ ഭൂമിയിൽ വിള്ളലുകൾ പ്രത്യക്ഷപ്പെട്ടതോടെ വില്ലേജ് ഉദ്യോഗസ്ഥരെത്തി വീട് മാറി താമസിക്കുവാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. താമസിക്കാനിടമില്ലാതെ ദുരിതത്തിലായിരിക്കുകയാണ് ജാനകിയും മക്കളും. വിഷയത്തിൽ അധികൃതർ അടിയന്തരമായി ഇടപെട്ട് തങ്ങൾക്ക് സുരക്ഷിതമായ ഒരിടം കണ്ടെത്താനും വീടിന്റെ സുരക്ഷ ഉറപ്പാക്കാനും നടപടി സ്വീകരിക്കണമെന്നാണ് ജാനകിയുടെ ആവശ്യം. 20 വർഷമായിട്ട് ഞങ്ങൾ കെട്ടിയിട്ടുള്ള മതിലാണിത്. ഇപ്പോൾ കഴിഞ്ഞ വർഷം പള്ളിയിലെ കൃഷ്ണന്മാരും അവരും കൂടിയിട്ട് വന്നിട്ട് ഈ മതിലിൻ്റെ താഴെ കൂടെ വെള്ളച്ചാലുണ്ടാക്കി. ആ ഉണ്ടാക്കിയ സമയത്ത് ഇവിടെ ഒരു പാറക്കല്ലുണ്ടായിരുന്നു. ആ പാറക്കല്ല് അവർ കംപ്രസർ കൊണ്ടുവന്നിട്ടും പിന്നെ എന്തൊക്കെയോ ഇത് പൊട്ടിച്ച് അന്ന് ഞാൻ പ്രസാദിനെ വിളിച്ച് വിവരം പറഞ്ഞു. പ്രസാദ് അത് നിർത്താൻ പറയും, എൻ്റെ മതിലിന് കേടാണത്. കാരണം അതിൻ്റെ ഉള്ളിൽ അടിയിൽ കൂടെ പോയിട്ടുള്ള കല്ലാണ്. ആ കല്ലിന് പൊട്ടിച്ചെടുക്കുമ്പോൾ എന്തായാലും അതിന് മതിലിന് കോട്ടം വരും. അത് ഇളകാനും തുടങ്ങി ആ സമയത്ത്. അപ്പോൾ അവൻ പറഞ്ഞു, എന്ത് വന്നാലും ഞാനത് എന്താണെങ്കിൽ ചെയ്തു തരും, എന്ത് സംഭവിക്കുകയാണെങ്കിലെന്ന് പറഞ്ഞു അന്ന്. പിന്നെ ഞാൻ ഈ ഇവനുമായിട്ട് കുറച്ച് അങ്ങോട്ടും വഴക്ക് ഇതൊക്കെ ഉണ്ടായപ്പോൾ ഞാൻ അവിടേക്ക് പേപ്പർ കൊടുത്തു മുനിസിപ്പാലിറ്റിക്ക്. അവിടുന്ന് അവർ വില്ലേജിലേക്ക് വിട്ടു. വില്ലേജിൽ നിന്ന് എനിക്കൊരു ലെറ്റർ വന്നു, ഇത് നിങ്ങൾ പിന്നെ ഇവിടെ ലാൻഡ് ട്രിബ്യൂണലിൽ കൊടുക്കണം, ഒറ്റപ്പാലം അവിടെ കൊടുത്തു. ഇതുവരെ ഒരു അന്വേഷണം ഉണ്ടായില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതിലുള്ള ആ നമ്പറിൽ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. ഇപ്പോൾ അതാ വീട് ഇടിഞ്ഞു പോണ അവസ്ഥയിലാണ്, ഇത് ഇടിഞ്ഞു പോണ അവസ്ഥയിലാണ്. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, വീട്ടുപണി എടുത്തിട്ടാണ് ജീവിക്കുന്നത്. VCV ന്യൂസ്, ഷൊർണൂർ. You are watching VCV News.